പിന്നെയും പിന്നെയും ആത്മഹത്യകളും വരുന്നു, പിന്നെയും പിന്നെയും പീഡനങ്ങളും വരുന്നു. ഓക്കെ, അവരുടെ ഏറ്റവും വലിയ മോട്ടീവ് അതായത് ഈ പറയുന്ന 2030 അജണ്ടയിൽ ആ ഒരു അജണ്ടയിലേക്ക് എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ആയി ഹ്യൂമാനിറ്റി ഇല്ലാതാക്കിക്കൊണ്ടും അതോടൊപ്പം ആ ഒരു സമയം ആ ഒരു അതിലേക്ക് എത്തുന്ന ആ ഒരു ടൈം, അതായത് 20 വർഷം നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം ഇപ്പൊ ഒരു 10 വർഷം 2015 പോലെ എടുത്തു കഴിഞ്ഞാൽ മൃഗങ്ങളാകണം. അതായത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ എല്ലാവർക്കും നമുക്കൊരു പൈതൃകമായിട്ടുള്ള സംസ്കാരമുണ്ട് അല്ലെ, അച്ഛനമ്മ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതെല്ലാം അവർ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് വളരെ എളുപ്പത്തിലാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ അവർ അങ്ങോട്ട് കീഴ്പ്പെടുത്തി. ഓക്കെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ ഫീഡ് ചെയ്യിപ്പിച്ചു. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇന്നലെ എന്റെ ഒരു അമ്മ എന്റെ സ്റ്റുഡന്റിന്റെ വീഡിയോസ് കണ്ടു. അതായത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു കുട്ടി പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസ് ആണ്. ഓക്കെ, നമുക്ക് വല്ലാത്തൊരു പ്രയാസമായി പോയി. അവരുടെ അമ്മ എന്ത് ചെയ്യും, കൊച്ചെന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ആ ഒരു ഇന്നർ വയസ്സ് മാത്രമൊക്കെ ഇട്ട് ഇന്ന് നിൽക്കുന്നു. അപ്പൊ അതിലെല്ലാം ഓക്കെ, നമുക്ക് ഓക്കെ മോഡേൺ ആക്കിട്ടൊക്കെ ചിന്തിക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ 2020 ആയിരുന്നു ആ ഒരു പീക്ക് ടൈം. ഓക്കെ, സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു. ഓക്കെ, അത് കാണിച്ചാൽ ഇത് കാണിച്ചാൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നു, കുറെ പ്രതാപം കിട്ടുന്നു അല്ലെ, ഭയങ്കര ഫേമസ് ആവുന്നു, നമ്മള് ഇത് ഇനോഗ്രേഷൻ വരെ വിളിക്കുന്നു, കുറെ പണം കിട്ടുന്നു. അപ്പൊ അത് തന്നെ ആ ഒരു മൃഗത്തിനെ ആക്കാൻ വേണ്ടി ഒരു വെറും മനുഷ്യൻ എന്നുള്ള ആ ഒരു വസ്തുയെ ഒരു മൃഗമാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മൃഗത്തിന് കൊടുക്കേണ്ടത് ഭക്ഷണമാണ്, ഇത് കൊടുക്കേണ്ടത് ലൈക്സും അതോടൊപ്പം തന്നെ ഷെയറും ഈ പറയുന്ന അൺലിമിറ്റഡ് ഉള്ള പണം പ്രതാപം ഇതെല്ലാം കൊടുത്തു. ഓക്കെ, അതായത് വിഡിത്തരങ്ങൾ കാണിച്ചുകൊണ്ടും പെണ്ണുങ്ങളെല്ലാം തുണി മാറ്റിക്കൊണ്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ട്. അതായത് ഇന്റർനെറ്റ് നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ പ്രതാപങ്ങളും പോകും, നിങ്ങളുടെ എല്ലാവിധ പണങ്ങളും പോയി കഴിഞ്ഞു. ഓക്കെ, അതായത് ഇന്റർനെറ്റ് എന്നുള്ള ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം പോയി. പക്ഷേ അപ്പോഴേക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ മാനം, നമ്മുടെ എല്ലാവിധ ആരോഗ്യ ചിന്ത മനസ്സ് സ്റ്റെബിലിറ്റി ഇതെല്ലാം അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൂയിസൈഡ് വാട്സപ്പ് സ്റ്റാറ്റസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ബ്ലഡ് നീഡഡ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഈ പറയുന്ന ഓപ്പറേഷൻ, ഈ പറയുന്ന ആള് തൂങ്ങി മരിച്ചു, ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജ് മാത്രം. ഇതെല്ലാം എന്താണ് നോർമലായിട്ട് കാണുന്ന ഏരിയകളെല്ലാം. പക്ഷെ ഇതെല്ലാം ആ ഒരു അജണ്ടയുടെ ഏറ്റവും പ്രയോറിറ്റി അതോടൊപ്പം ഏറ്റവും എൻഡ് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ ഇവിടെ മതവും ജാതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേ, LDF UDF BJP എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി സെൻട്രൽ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കണേ. പക്ഷെ വിഡ്ഢികൾക്ക് ആർക്കും അറിയില്ല അവരുടെ കുടുംബത്തിലും ആ ഒരു സിറ്റുവേഷൻ വരും എന്നാർക്കും അറിയില്ല. അതോടൊപ്പം ഇന്നലെ ഒന്ന് എറണാകുളത്തായിട്ട് ചെന്നപ്പോഴേക്കും ഒരുപാട് ഹോസ്പിറ്റലുകൾ പിന്നെയും ബ്ലോക്ക് എടുത്തുകൊണ്ടിരിക്കണേ. അതായത് ഒരുപാട് എറണാകുളത്ത് എല്ലാം പല ഹോസ്പിറ്റലെല്ലാം പിന്നെയും പണിതുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒരിക്കലും ഈ ഹോസ്പിറ്റലുകാർ നിങ്ങളെ ക്യൂർ അല്ല ചെയ്തുകൊണ്ടിരിക്കണേ, നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കണേ. അവരെ കൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, എലികളെ കൊണ്ട്. പക്ഷെ അവർക്കറിയില്ല, ആ മുല്ലപ്പെരിയാർ ഡാം ഒന്ന് പൊട്ടിച്ചാലോ അല്ലെങ്കിൽ ഒരു പ്രളയം വന്നാലോ ഭൂകമ്പം വന്നാലോ ആ പറയുന്ന ബിൽഡിങ്സ് എല്ലാം പോകും. അതോടൊപ്പം ആ ഒരു ഹോസ്പിറ്റലുകാരുടെയും ഈ ഒരു ഗവൺമെന്റ് പൊളിറ്റീഷ്യൻ ആൾക്കാരുടെ എല്ലാവരുടെയും ആ ഒരു പണം അവരുടെ കയ്യിലാണ്. അതൊന്നും അവർക്ക് കിട്ടില്ല, ഇനി ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഇവിടെ കൊന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ പറഞ്ഞ എയർ പൊല്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണം വിഷമാക്കുന്നു. എന്നിട്ട് ഇതെല്ലാം അല്ലെ ഓരോ സിറ്റുവേഷനിൽ നമുക്ക് ഓരോ രോഗങ്ങൾ നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ അവരെല്ലാം അഭിവക്കും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു ആൾക്കാർ. അപ്പൊ ഈ വിഡ്ഢി സമൂഹത്തിനെ മൃഗമാക്കി കഴിഞ്ഞിരിക്കുന്നു.